ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് പുതിയ ദശകമായ വാമനാവതാരം പഠിക്കാം. മഹാത്മാവും ലോകപ്രസിദ്ധനുമായ മഹാബലി യുദ്ധത്തിൽ ഇന്ദ്രനാൽ കൊല്ലപ്പെട്ടെങ്കിലും അസുരഗുരു ശുക്രാചാര്യൻ മൃതസഞ്ജീവനി കൊണ്ട് അദ്ദേഹത്തെ ജീവിപ്പിക്കുകയും യജ്ഞങ്ങൾ കൊണ്ട് അത്യന്തം ശക്തനാക്കി തീർക്കുകയും ചെയ്തു. അങ്ങനെ ഏതിനെയും ഭേദിക്കുവാൻ കഴിയുന്നവനായി ഭവിച്ച ആ ബലി വിഷ്ണു ചക്രത്തെ പോലും നിസ്സാരമാക്കി. തന്നെ ഭയന്ന് ഒളിച്ച ദേവന്മാരോടുകൂടി 3 ലോകത്തെയും പിടിച്ചടക്കുകയും ചെയ്തു. ദേവമാതാവായ അദിതി ദേവി തൻ്റെ പുത്രന്മാരുടെ അവസ്ഥ കണ്ട് വളരെ ദുഃഖിതയായി തൻ്റെ ഭർത്താവായ കശ്യപനോട് പോംവഴി ചോദിച്ചു. അതങ്ങനെയാണല്ലോ, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും വിഷമം കാണുമ്പോൾ നമ്മൾക്കും വളരെ ദുഃഖമായിരിക്കും. അപ്പോൾ കശ്യപൻ പറഞ്ഞു, ഇനി ശ്രീഹരി മാത്രമേ ഒരു രക്ഷയായിട്ടുള്ളൂ. പയോവ്രതമെന്ന കഠിനമായ ഒരു വ്രതം 12 ദിവസം വിധി പോലെ ചെയ്യാൻ വേണ്ടി ഉപദേശിക്കുന്നു. വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും നിഷ്ഠയോടെ അദിതി അത് ആചരിച്ചു. അപ്പോൾ വിഷ്ണു ഭഗവാൻ ശ്യാമളവർണ്ണനായി ചതുർബാഹുവായി അദിതിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. പെട്ടെന്ന് ഭഗവാൻ മുന്നിൽ പ്രത്യക്ഷമായപ്പോൾ അദിതിക്ക് എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് സ്തുതിക്കേണ്ടത് ഒന്നും അറിയാതെ പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ ഭഗവാൻ എല്ലാം അറിയാം. എങ്കിലും വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ അദിതിയുടെ പുത്രനായി ജനിക്കാമെന്നും എല്ലാ വിഷമവും തീർത്തു തരാമെന്നും പറയുന്നു. പക്ഷേ ഈ വിവരം വളരെ രഹസ്യമായി വെക്കണമെന്ന് പറഞ്ഞ് അപ്രത്യക്ഷമാകുന്നു. പിന്നീട് ഭഗവാൻ കശ്യപ തപോവീര്യത്തെ പ്രവേശിച്ച് അദിതിയുടെ ഗർഭത്തെ പ്രാപിച്ചു. ശ്രാവണ മാസത്തിൽ തിരുവോണ നക്ഷത്രത്തിൽ ജനിക്കുന്നു. ദേവന്മാർക്ക് വളരെ സന്തോഷമായി. കശ്യപനും അദിതിയും സ്തുതിക്കുന്നു. ഭഗവാൻ ഉടൻ തന്നെ വാമന രൂപം ധരിക്കുന്നു. കശ്യപ പ്രജാപതി യഥാവിധി ഉപനയനാദി കർമ്മങ്ങൾ നടത്തി. മേഖല, ദണ്ഡ്, കമണ്ഡലു, കൃഷ്ണമൃഗത്തോൽ, രുദ്രാക്ഷമാല എന്നിവയാൽ പൂജിക്കപ്പെട്ട ഭഗവാൻ അത്യധികം ശോഭയോടുകൂടി ബലിയുടെ യാഗശാല ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നു. നർമ്മദയുടെ വടക്കേ തീരത്തിലുള്ള മഹാബലിയുടെ അശ്വമേധശാലയിൽ വാമനമൂർത്തിയായ ഭഗവാൻ വിഷ്ണു എത്തിച്ചേർന്നു. ഭഗവാന്റെ തേജസ് കാരണം കണ്ണഞ്ചിപ്പോയ ശുക്രാചാര്യർ ഇദ്ദേഹം ആരാണ്, സൂര്യനാണോ, അഗ്നിയാണോ, അതോ സനത് കുമാരനോ എന്നിങ്ങനെ സംശയിച്ചു നിൽക്കുമ്പോൾ ഒരു പ്രേരണ എന്ന പോലെ ഭൃഗുക്കൾ വാമനമൂർത്തിയെ ആനയിച്ചു കൊണ്ടുപോയി ഇരുത്തുന്നു. മഹാബലി വളരെ സന്തോഷത്തോടെ ഭഗവാന്റെ കാൽ കഴുകി പാവനമായ തീർത്ഥജലം തൻ്റെ ശിരസിൽ ഒഴിക്കുന്നു. ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നമ്മൾ എങ്ങനെ വായിക്കാമെന്ന് നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 30 വാമനാവതാരം ശ്ലോകം 1. ശക്രേണ സംയതി ഹതോപി ബലിർമഹാത്മാ ശുക്രേണ ജീവിതതനു ക്രതുവർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ ഭയനിലീനസുരാം ത്രിലോകീം ചക്രേ വശേ സതവ ചക്രമുഖാദഭീത. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. ശക്രേണ സംയതി ഹതോപി, ഹത അപി ചേർത്തിട്ട് ഹതോപി, ബലിർമഹാത്മാ മാന്ന് ചേർത്തിട്ടാണ് മാ, ശുക്രേണ. ഇവിടെ ഫസ്റ്റ് ലൈനിൽ ശക്രേണ, അടുത്ത ലൈനിൽ ശുക്രേണ എന്നാണ് കേട്ടോ. ഒന്ന് ശ ഒന്ന് ശു, അത് പെട്ടെന്ന് ഒരേപോലെ തോന്നും. ശക്രേണ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രനാൽ, ശുക്രേണ എന്ന് പറഞ്ഞാൽ ശുക്രനാൽ, ശുക്രാചാര്യർ. അപ്പോൾ അർത്ഥം വ്യത്യാസമുണ്ട്, വാക്കും വേറെ വേറെയാണ്, പക്ഷെ നമ്മൾ പെട്ടെന്ന് ഒരേപോലെ തോന്നും, അത് ശ്രദ്ധിച്ചോളൂ. ജീവിത തനു അവിടെ വിസർഗം. ക്രതുവർദ്ധിതോഷ്മാ, വർദ്ധി എന്നുള്ളതിൻ്റെ ധീന്ന് നന്നായിട്ട് ഊന്നി പറയണം.
വിക്രാന്തിമാൻ. ഭയനിലീനസുരാം, ഭയ എന്നുള്ളതിൻ്റെ ഭ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ത്രിലോകീം വള്ളി നീട്ടിയിട്ട് മുറുക്കം. ചക്രേ വശേ സ തവ ചക്രമുഖാത് അഭീത. ചക്രമുഖാത്, മുഖാത് എന്നുള്ളതിൻ്റെ ഖ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഭീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വിസർഗമുണ്ട്, അപ്പം അങ്ങനെ വിസർഗത്തോടു കൂടെ നിർത്തണം. ചക്രമുഖാദഭീത അങ്ങനെ നിർത്താം. ശക്രേണ സംയതി ഹതോപി ബലിർമഹാത്മാ ശുക്രേണ ജീവിതതനു ക്രതുവർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ ഭയനിലീനസുരാം ത്രിലോകീം ചക്രേ വശേ സ തവ ചക്രമുഖാദഭീത. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. പുത്രാർത്തിദർശനവശാദതിഥിർവിഷണ്ണ തം കാശ്യപം നിജപതിം ശരണം പ്രപന്ന ത്വത്പൂജനം തദുദിതം ഹി പയോവ്രതാഖ്യം സാദ്വാദശാഹമചരത്വയി ഭക്തിപൂർണ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. പുത്രാർത്തി ദർശന വശാദതിഥിർ വിഷണ്ണ, അത് ഒന്നിച്ച് ചൊല്ലാനുള്ളതാണത്. പുത്രാർത്തി ദർശന വശാദതിഥിർ വിഷണ്ണ. ഇവിടെ ഈ ദ എന്നുള്ളതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. വശാദതിഥിർ അതൊക്കെ ദ എന്നും താന്നും ഒക്കെ അടുത്തടുത്ത് വരുന്നുണ്ട്, അത് ശ്രദ്ധിച്ചിട്ട് ഉച്ചരിക്കണത്. ദ എന്നുള്ളത് ദയ എന്നുള്ളതിലത്തെ ദ എന്നാണ്. തം കാശ്യപം നിജപതിം ശരണം പ്രപന്ന നീട്ടിയിട്ട് ത്വത് പൂജനം, ത്വത്പൂജനം തദുദിതം. ഇവിടെ അതേപോലെ ത പിന്നെ വരുന്നത് ദ എന്നാണ്. തദുദിതം ഹി പയോവ്രതാഖ്യം. വ്ര എന്നാണ്, വൃ എന്നല്ല, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. പയോവ്രതാഖ്യം, ഖ്യം എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം ആ അക്ഷരം. സാ ദ്വാദശാഹം അചരത് ത്വയി ചേർത്തിട്ട് ദ്വാദശാഹമചരത്വയി. ത്വയി എന്ന് രണ്ട് ത എന്നുള്ളത് ഒന്ന് അചരത് എന്നുള്ളതിൻ്റെ പിന്നെ ത്വയി എന്നുള്ളതിൻ്റെ ത്വ എന്ന് രണ്ടും കൂടി ചേർത്തിട്ട് ത്വയി. അങ്ങനെ ദ്വാദശാഹം അതിൻ്റെയൊക്കെ ദ എന്നുള്ളത് ദയയിലത്തെ ദ എന്നാണ്. ഭക്തിപൂർണ നീട്ടിയിട്ട് അങ്ങനെ നിർത്താം. ഭക്തി ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തി എന്നുള്ളത് കാ ത എന്നാണ്, ഒട്ടും മൂന്നണ്ട. പൂർണ്ണ നീട്ടിയിട്ട് അങ്ങനെ നിർത്തണം. പുത്രാർത്തി ദർശനവശാദതിഥിർവിഷണ്ണ തം കാശ്യപം നിജപതിം ശരണം പ്രപന്ന ത്വത്പൂജനം തദുദിതം ഹി പയോവ്രതാഖ്യം സാദ്വാദശാഹമചരത്വയി ഭക്തിപൂർണ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.